വായ തുറന്ന് കിടന്നുറങ്ങുന്നത് കൊണ്ട് നമ്മളുടെ മുഖത്തിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ശ്വാസം വലിക്കുന്നത് എപ്പോഴും മൂക്കിലൂടെയാണ് അല്ലേ? അപ്പം മൂക്കിലത്തെ നമ്മളുടെ ആ ശ്വാസം കടന്നു പോകുന്ന അല്ലെങ്കിൽ എയർ കടന്നു പോകുന്ന പാസേജിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ അവിടെ സ്പേസ് കുറവൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ നമുക്ക് മൂക്കിലൂടെ വലിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ വായും കൂടെ ഉപയോഗിച്ചിട്ട് ശ്വാസം എടുക്കുന്നത്. വായു ഉപയോഗിച്ച് ശ്വാസം എടുക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ നാക്കിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മുകളിലത്തെ അണ്ണാക്കിൻ്റെ ഇടയിലാണ്. സാധാരണ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ നോർമലി ഇരിക്കുമ്പോഴൊക്കെ നാക്ക് റെസ്റ്റ് ചെയ്യേണ്ടത് ആ മുകളിലത്തെ അണ്ണാക്കിലാണ് നാക്ക് റെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നാക്ക് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ നാക്കിൻ്റെ പ്രഷർ കൊണ്ട് നമ്മളുടെ മുകളിലത്തെ മുകളിലത്തെ എല്ലിൻ്റെ വളർച്ച കറക്റ്റായിട്ട് നടക്കുന്നതും അത് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വായിലൂടെ ശ്വാസം എടുക്കുമ്പോൾ ഈ പല്ലിൻ്റെ ഈ പൊസിഷനിൽ വ്യത്യാസം വരികയും നമ്മളുടെ കവിളിൻ്റെ പ്രഷർ കൊണ്ട് നമ്മുടെ ഈ മുകളിലത്തെ താടിയെല്ലുകൾ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വാ തുറന്ന് കിടന്ന് ഉറങ്ങുക ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കുട്ടികളിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുമൂലം ഭാവിയിൽ ഉണ്ടാകാവുന്ന മുഖത്ത് വരുന്ന ഒരുപാട് ചേഞ്ചസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും.